ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഡേ പൂരത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കണ്ടാവും ഫുൾ പൂരം കല്യാണം അങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ ഈ ഡേറ്റ് ഫുൾ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ പ്രോഗ്രാമുള്ളത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ മെസ്സേജ് അയക്കണം, നമുക്ക് ഫുൾ കല്യാണമാണല്ലോ പൂരാണല്ലോ നോക്കി. ഇപ്പോൾ ഫുൾ സത്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇവിടെ ആണുങ്ങളായിട്ട് ആരും ഇല്ലല്ലോ, ഉപ്പയില്ല ഇക്കയില്ല, അവരൊക്കെ ഗൾഫിലല്ല. പിന്നെ പുറത്ത് പോയി ട്രിപ്പ് അടിക്കാനാണെങ്കിൽ ഒന്നും പറ്റുന്നില്ല. ഫുൾ വീട്ടിൽ തന്നെ കേട്ടോ, അതായത് വീട്ടിലത്തെ ഓരോ പരിപാടി ഐറ്റംസ് അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങളിതാ റോഡിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ നെയ്ബേഴ്സ് ആട്ടോ. അപ്പോൾ അവരിങ്ങനെ ഹൈ ഗൈസ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കാം കേട്ടോ. പിന്നെ പൂരത്തിൻ്റെ ചെണ്ട കൊട്ടുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ. അപ്പോൾ ഞങ്ങൾ റോട്ടിൽ നിന്നിട്ട് അത് കാണായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ കൊട്ട് കാണാൻ. ബത്തും ഇനങ്ങളും അന്നക്ക് ഭയങ്കര എൻജോയ് ചെയ്യണ്ടായിരുന്നു കേട്ടോ കണ്ടിട്ട്. പിന്നെ എനിക്കാണെങ്കിൽ പൊടിയിൽ അലർജി ഉണ്ടായിരുന്നു, ഭയങ്കര തുമ്മലൊക്കെ ആയിട്ട് ഞാനൊരു ഭാഗത്ത് ഇരിക്കുകയായിരുന്നു കേട്ടോ. വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഞാനൊരു തിണ്ടിൽ പോയിരുന്നു കേട്ടോ. ബത്തുവിന് നമ്മളത് നോക്കി നിൽക്കുക കേട്ടോ. പിന്നെ അവർ ഭയങ്കര കളിയൊക്കെ ആയി. പിന്നെ വീണ്ടും ചെണ്ട ഓട്ടവും കാര്യങ്ങളൊക്കെ കാണിച്ചു കേട്ടോ. ബത്തു ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്, എന്തപ്പോൾ ഈ ചെയ്യണത് വെച്ചിട്ട്. പിന്നെ മറ്റാളും കുലിങ്ങാനൊക്കെ തുടങ്ങി. പിന്നെ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തന്നെ പോയി. കാരണം എന്താ വെച്ചാൽ ഇനി ഇവിടെ പ്രോഗ്രാമായിട്ട് വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ പൂരപ്പറമ്പൊക്കെ പോവാട്ടോ ചെയ്യാം. അപ്പോൾ ഒരു പാടം കഴിഞ്ഞാലാട്ടോ പൂരപ്പറമ്പ്, ചെറിയൊരു അമ്പലാട്ടോ. അങ്ങനെ പാടത്തിൽ കൂടെ നടന്നു പോവാം. ഇവിടെ കുറേ നെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളവിടെ ഒന്നും ഇതുപോലെ നെല്ലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ആരും ഒന്നും ചെയ്യണമെന്നില്ല, ഇങ്ങനെ പണിയെടുക്കണമെന്നില്ല കൃഷി. ഇവിടെ പറഞ്ഞാൽ നെല്ലും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് പൊട്ടിച്ചിട്ട് കയ്യിലെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ അരിയൊക്കെ എടുത്ത് കഴിച്ചിട്ടാണ്. പിന്നെ കഴുത്തിൽ മുറിയായിട്ടുണ്ട് കേട്ടോ, മത്തിൻ്റെ നഖം കൊണ്ടിട്ട്. അപ്പോൾ ഇതെന്താണെന്ന് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾ വരമ്പത്ത് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കുറേ ആളുകളുണ്ട് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ പൂരത്തിന് ഏറ്റവും കൂടുതൽ മുസ്ലിംസാണ് കേട്ടോ. കുറേ ആൾക്കാരുണ്ട്. നമ്മൾ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. സംഭവം നമ്മുടെ നാട്ടുകാരാണെങ്കിലും എനിക്കറിയില്ലല്ലോ ഇവരൊന്നും. എൻ്റെ ഇക്കാൻ്റെ വീടല്ലേ ഇവിടെ. അപ്പോൾ എന്നെ ഇങ്ങോട്ട് അറിയുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ മക്കൾക്ക് കളിക്കണ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ബത്തുവിന് ഫോണ് അതുപോലെ ചെണ്ടൊക്കെ ആയിട്ടോ വാങ്ങിയത്. പിന്നെ നമ്മൾക്ക് കിച്ചൺ സെറ്റ് ഹനാനൊക്കെ പെയിൻ്റ് ആയിരുന്നു കേട്ടോ, കളർ കൊടുക്കണേ. പിന്നെ ഞങ്ങൾ എല്ലായിടത്തും ഇങ്ങനെ നോക്കി. പിന്നെ ഭൂതം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി, എന്താ പറയുക, കരിങ്കാളി അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അതൊക്കെ നോക്കി നിന്ന് കേട്ടോ. ഇവർ കളിപ്പാട്ടൊക്കെ വാങ്ങിക്കാണ് കേട്ടോ. അളിയനും പിന്നെ കട പെങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഈ മാസം തന്നെ 18-ാം തീയതി വേറെ പൂരമുണ്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. ഫുള്ള് പൂരം വൈബാണ് ഇപ്പോൾ. പിന്നെ എന്താ പറയുക, എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവർക്കും മടിയാവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇക്കാൻ്റെ ഫ്രണ്ട് രഞ്ജുവേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു. രഞ്ജുവേട്ടൻ പറയും, ഈ വീഡിയോ എടുക്കണമെങ്കിൽ ആദ്യം പറയണ്ടേ, നല്ലപോലെ നിൽക്കായിരുന്നല്ലോ ഓക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ബത്തുവിനെ അടുത്ത് കളിപ്പിക്കാൻ കേട്ടോ. പിന്നെ ബത്തുവിനായിട്ട് രഞ്ജുവേട്ടൻ അങ്ങോട്ട് പോയിട്ടോ, അവരമ്മൻ്റെ അച്ഛൻ്റെ അടുത്തൊക്കെ. പിന്നെ ബത്തു അവിടെ ആയിരുന്നു കേട്ടോ, കുറേ ടൈം നിന്നിട്ടാട്ടോ അങ്ങോട്ട് വന്നത്. പിന്നെ ആന ഉണ്ടായിരുന്നു കേട്ടോ, ഒരാനായിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ അലിക്കാക്കിയിട്ട് നമ്മുടെ ഫ്രണ്ടിൽ വീട്ടിലെ താത്താൻ്റെ മോനാട്ടോ. പിന്നെ ഈ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിനൊരു പേടിയില്ല, കാരണം പെങ്ങൾക്ക് പേടിയായിട്ട് പേടിച്ചോടിട്ടോ അവളിപ്പോൾ കണ്ടപ്പോൾ കമൻ്റ് ഇടും. പിന്നെ എന്താ പറയുക, ഞാനും ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് എനിക്ക് നല്ല ഇഷ്ടമാണ്. അവർ ഇങ്ങനെ കോഴിനൊക്കെ അറുത്ത് ഇങ്ങനെ പിടിക്കല്ലോ, അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ കാണാൻ. പിന്നെ അവിടെ കുറേ നിന്ന് കണ്ടു. പിന്നെ ഞങ്ങൾ വെടിമരുന്നും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി കുറേ നേരം അവിടെ നിന്നു കേട്ടോ. ഇവിടെ എല്ലാം നിന്നത് പാടത്തിൻ്റെ അവിടെ നിന്നു കേട്ടോ. 7 മണി വരെ വെയിറ്റ് ചെയ്തിരുന്നു, എന്നിട്ടും ഒന്നും കാണുകയൊന്നും ചെയ്തില്ല. ഞങ്ങൾ അവിടെ നിന്ന് പോയി വീട്ടിലെത്തിയപ്പോൾ ഉണ്ട് വെടിമരുന്ന് ശബ്ദം കാര്യങ്ങളും കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പോകുകയൊന്നും ചെയ്തില്ല. അളിയൻക്കും കടപ്പെങ്ങൾക്കും ചങ്ങരങ്ങളും പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് പോകാറുണ്ട്, അങ്ങനെ പോയി. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചിട്ടോ. എനിക്ക് മാംഗോ ബാറാട്ടോ ഇഷ്ടം, അപ്പോൾ ഞാനതാ വാങ്ങിച്ച്. ഉമ്മ കോണ്
പിന്നെ ഞാനും ഗ്രീൻ ആപ്പിളിൻ്റെ ഭക്തും ഗ്രീൻ ആപ്പിളിൻ്റെ കേട്ടോ. ഭക്തുന് ഐസ്ക്രീം കൊടുക്കാറില്ല, അപ്പം ഞാൻ തട്ടിപ്പറിച്ച് വാങ്ങിച്ചതാണ്. പിന്നെ ഫുള്ള് കഴിക്കുകയൊന്നും ചെയ്തിട്ടില്ല, ഒക്കെ മേലാക്കിയിട്ട് ഇങ്ങനെ പോയി. പിന്നെ നമ്മൾ അവിടുന്ന് പോകുന്നു കേട്ടോ. പാടം കഴിഞ്ഞ് വന്നു. ആ കണ്ണ കേട്ടോ നമ്മൾ പോയ പൂരപ്പറമ്പ്. പിന്നെ നമ്മൾ തൊട്ട വീട്ടിലെ താത്തേൻ്റെ വീടാട്ടോ ഇത്. തണുത്ത വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ച് ഞങ്ങളിതാ സ്കൂട്ടീൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുക. ഞങ്ങൾ സ്കൂട്ടി ആയിട്ടാട്ടോ രണ്ടാളും വന്നത്. കുറേ നേരം നിന്ന് വെടിമരുന്നും കാര്യങ്ങളും കണ്ടില്ല എന്നുണ്ടപ്പോൾ നേരെ വീട്ടിലോട്ട് പോയി. പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം മക്കൾ കളിപ്പാട്ടൊക്കെ ഇട്ട് കളിക്കാനും ഇതൊക്കെ തുടങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ രാത്രി ഫുഡ് അടിച്ച് പിന്നെ ഇങ്ങനെ കിടന്നിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. ഇനിയും പുതിയ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.